Powerplus Innovation Technology ചാനലിലേക്ക് സ്വാഗതം. ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്നാൽ എന്താണ്? എന്തെല്ലാം മെറ്റീരിയലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്? ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പ്രതിപാദിക്കുന്നത്. മറ്റൊരു സപ്ലൈയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ KSEBയുടെ സപ്ലൈയുമായി സിങ്കർണൈസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സോളാർ സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. എന്തെല്ലാം മെറ്റീരിയലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 3 കിലോവാട്ടിന്റെ ഒരു സിസ്റ്റമാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 കിലോവാട്ടിന്റെ സോളാർ പാനൽ, 3 കിലോവാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, ACDB, DCDB, എർത്തിങ് മെറ്റീരിയൽസ്, വയറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഫാബ്രിക്കേഷൻ മെറ്റീരിയലുകൾ എന്നിവയാണ്. ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടില് ഒരു 1000 വാട്ട് നമ്മൾ ലൈവായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോളാർ വെച്ചിട്ടില്ല, അല്ലാതെ നമ്മൾ 1000 വാട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം KSEBയുടെ മീറ്റർ റീഡ് ചെയ്യുന്നത് 1000 വാട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് റീഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു 3 കിലോ വാട്ട് സോളാർ സിസ്റ്റം ആ ലൈനിലേക്ക് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു 2500 വാട്ടോളം ലൈവ് ജനറേഷൻ കിട്ടും. 1000 വാട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് കഴിച്ചിട്ട് ബാക്കി 1500 വാട്ട് KSEBയിലോട്ട് പോകുന്നതായിട്ട് റീഡ് ചെയ്യും. നമ്മുടെ സാധാരണ മീറ്ററിൽ ഇത് റീഡ് ചെയ്യത്തില്ല. ഓൺ ഗ്രിഡ് സിസ്റ്റം വെക്കുന്നതിനോടൊപ്പം തന്നെ KSEB നാളെ വന്നിട്ട് നമ്മുടെ ഇപ്പോഴുള്ള മീറ്റർ മാറ്റി നെറ്റ് മീറ്റർ, അതായത് ബൈ ഡയറക്ഷൻ മീറ്റർ, അങ്ങോട്ടും ഇങ്ങോട്ടും റീഡ് ചെയ്യുന്ന മീറ്റർ അവർ മാറ്റി വെക്കുന്നതായിരിക്കും. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ലാതെ ഇതിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്താ വെച്ച് കഴിഞ്ഞാല്, ഓരോ 5 വർഷം കഴിയുന്തോറും അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ പീരീഡ് കഴിയുന്നതനുസരിച്ച് ബാറ്ററി മാറ്റുക എന്നുള്ളത് ഒരു ഭാരിച്ച ചെലവാണ്. പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഉള്ള ഒരു ദോഷവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബാക്കപ്പ് ഇല്ല എന്നുള്ളതാണ് ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നത്. KSEBയുടെ സപ്ലൈ ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് സോളാറിൽ നിന്നുള്ള ജനറേഷൻ ലഭിക്കുകയുള്ളൂ. 1 കിലോ വാട്ടിൽ നിന്ന് നമുക്ക് എത്ര പവർ ഉത്പാദിപ്പിക്കാമെന്ന് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 കിലോ വാട്ടിന്റെ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നിന്ന് ആവറേജ് നമുക്കൊരു 4 യൂണിറ്റ് പവർ ഡെയിലി കിട്ടും. ആവറേജ് എന്ന് പറയാൻ കാരണം, മഴയുള്ള സമയത്ത് ഇതിന്റെ ജനറേഷൻ കുറവായിരിക്കും. മഴയുള്ള സമയത്ത് 2-3 യൂണിറ്റ് ആയിരിക്കും ഒരു പക്ഷേ ഉത്പാദനം കിട്ടുക. എന്നാൽ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ 5 യൂണിറ്റ്, 5.25 യൂണിറ്റ് വരെ ജനറേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആവറേജ് ആണ് ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത്. KSEBയുടെ അനുമതിയോടുകൂടി മാത്രമേ നമുക്ക് കേരളത്തിൽ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥാപിക്കാനായി പറ്റുകയുള്ളൂ. ഇതിനുള്ള നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോയിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് അറിയാൻ കഴിയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രയോജനമുള്ള വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോളാർ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.